നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ റൂട്ടിൽ പ്രതികളുമൊത്ത കഴിഞ്ഞ ദിവസം തെളിവെടുത്ത അന്വേഷണ സംഘം വ്യാഴാഴ്ച ഇവരെ കോടതിയിൽ ഹാജരാക്കും. ഇനി പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യമില്ലെന്നാണ് സംഘത്തിന്റെ നിഗമനം. അനുപമയുടെ കൈയക്ഷരം പരിശോധനയ്ക്കായി കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പുതുതായി എഴുതിച്ച 2 സാമ്പിളുകൾ 2 റവന്യൂ ഉദ്യോഗസ്ഥരുടെ സാക്ഷ്യപ്പെടുത്തലോടെ കോടതിയിൽ നൽകിയിട്ടുണ്ട്. കോടതി മുഖാന്തരം തിരുവനന്തപുരം ഫോറൻസിക് ലാബിലേക്ക് അയക്കും. കുറ്റകൃത്യം ആസൂത്രണം ചെയ്തതിന്റെ രേഖയായി കരുതുന്ന അനുപമയുടെ ഡയറിയിലെ കൈയക്ഷരം അനുപമയുടെ തന്നെ എന്ന് തെളിയിക്കുന്നതിനു വേണ്ടിയാണ് ഫോറൻസിക് പരിശോധന നടത്തുന്നത്. പ്രതികളുടെ തമിഴ്നാട് ബന്ധം കണ്ടെത്തുന്നതിനായി തെങ്കാശി സ്വദേശി നവാസിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തു. സംസ്ഥാനം വിടുന്നതിനും ഒളിവിൽ കഴിയുന്നതിനും തമിഴ്നാട്ടിൽ കൂടുതൽ ആരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്നതുമായിരുന്നു ചോദ്യം ചെയ്യൽ. എന്നാൽ മറ്റാരുടെയും സഹായം ഇവർക്ക് ലഭിച്ചതായി തെളിവില്ല. ഓൺലൈൻ ഇടപാടുകളുടെ പൂർണ്ണമായ വിവരം കണ്ടെത്താൻ ഇനിയും സംഘത്തിന് കഴിഞ്ഞിട്ടുമില്ല. സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ വിശദമായ അന്വേഷണമാണ് ഇതിനായി നടത്തുന്നത്. എന്തായാലും ഈ 3 പേരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പുതുതായി എഴുതിയ അനുപമയുടെ കൈയക്ഷരം അത് സസൂക്ഷ്മം പരിശോധിച്ചു വരികയാണ്. എന്തായാലും അത് തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലേക്ക് എത്തിക്കും. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകൾ. ഇനി ഫോറൻസിക് പരിശോധനയിൽ കൈയക്ഷരം അഥവാ എഴുതുന്ന രീതി അനുപമ മാറ്റിയിട്ടുണ്ടാകും എങ്കിൽ ഈ ഒരു കേസിലെ വലിയൊരു രക്ഷപ്പെടാനുള്ള സാധ്യതയായിരിക്കാം ഇത് എന്ന കാര്യത്തിലും സംശയമില്ല. കാരണം അനുപമ പഠിച്ച പണി 18 നോക്കിയിട്ടുണ്ട്. ഈ ഒരു കേസിൽ പെടാതിരിക്കാനുള്ള കാര്യങ്ങൾ എങ്ങനെ മെനഞ്ഞെടുക്കാം എന്നത്. അതുകൊണ്ട് തന്നെ കൈയക്ഷരം എഴുതുവാൻ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതിത്തരാൻ പോലീസ് പറയുമ്പോൾ സ്വാഭാവികമായും കൈയക്ഷരം മാറ്റിയായിരിക്കാം അനുപമ ഒരുപക്ഷെ എഴുതിയിട്ടുണ്ടാവുക. അങ്ങനെയെങ്കിൽ ഇത് പ്രധാന തെളിവുകളിലൊന്നായ ഈ ഡയറിയുമായി ബന്ധപ്പെട്ടുള്ള വാദം ഒരുപക്ഷെ അത് തള്ളിപ്പോകാനുള്ള സാധ്യതയും കണക്കിലാക്കുന്നുണ്ട്. എന്തായാലും 3 പേരെയും കോടതിയിൽ നിന്ന് ഹാജരാക്കിയതിനു ശേഷം മാത്രമായിരിക്കും വാദപ്രതിവാദികൾ നടത്തുക. നിർണായകമായ പല തെളിവുകൾ, കുട്ടിയുടെ സ്കൂൾ ബാഗുമായി ബന്ധപ്പെട്ടുള്ള അവശിഷ്ടങ്ങൾ, ഇവർ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാറിന്റെ നമ്പർ പ്ലേറ്റ് മുറിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ കുട്ടിയുമായി പോകുമ്പോൾ തന്നെ കുട്ടിക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ വാങ്ങിയ കട ഉടമസ്ഥ ഇവരെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓട്ടോയിൽ സഞ്ചരിച്ച ഓട്ടോറിക്ഷക്കാരൻ ഇവരെ മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, ഇവർ അന്ന് രാത്രി തങ്ങിയിരുന്ന മുറിയെടുത്ത് താമസിച്ചിരുന്ന ആ ഒരു തെങ്കാശിയിലെ ആ ഒരു മുറി, അവിടെയുള്ള ആളുകളെല്ലാം തന്നെ ഇവരെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഇവരുമായി ബന്ധപ്പെട്ടുള്ള ഈ കേസിലെ സുപ്രധാന തെളിവുകളെല്ലാം തന്നെ ലഭിച്ചിട്ടുമുണ്ട്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു തെളിവുകൾ ഈ പ്രതികൾക്ക് എതിരെയാണ് എന്നാണ്. ഇനി വാദങ്ങൾ മറിയുമ്പോൾ ഇതെല്ലാം മാറി മറിയുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്.